ഹലോ, ഇന്ന് കുറച്ച് ഹാപ്പി ലാൻഡ് വിശേഷങ്ങളായല്ലോ. ചിമ്മുവിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഹാപ്പി ലാൻഡിലൊന്ന് പോകണമെന്നും. അതുകൊണ്ട് ലാസ്റ്റ് സൺഡേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഹാപ്പി ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നേ. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 30-40 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ ഹാപ്പി ലാൻഡിലേക്ക്. മോർണിംഗ് ഒരു 10 AM ആണ് കേട്ടോ ഓപ്പണിംഗ് ടൈം. ഞങ്ങളൊരു 10:30 ഒക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നേരെ പോയി ചേട്ടൻ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ലോക്കർ ഫെസിലിറ്റി തന്നെ ഉണ്ട് കേട്ടോ. സോ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ചിമ്മുവിൻ്റെ ഏമിൻ്റെയും ഫേസിൽ. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഗോസ്റ്റ് വില്ലയിലോട്ടും അതുപോലെ 5D ഷോ കാണാനും ഒക്കെയാണ് കേട്ടോ. പൂളിലൊക്കെ ഇറങ്ങി നനഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും അവർ കയറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ അങ്ങോട്ട് പോകുന്നത്. ചിമ്മുവിൻ്റെ ഏമിൻ്റെയും ഫസ്റ്റ് 5D ഷോ ഒക്കെയാണ്. ഞാനിതിന് മുമ്പ് 5D ഷോ കണ്ടിട്ടില്ല. ഞാൻ പ്ലാനറ്റോറിയത്തിൽ മുൻപ് പോയപ്പോൾ ഒരു 3D ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെയാണ് കേട്ടോ പോയത്. ചേട്ടനും ചിത്തുമൊക്കെ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഒരു ഏരിയ തന്നെയാണ് ഡാഷിംഗ് കാഴ്സും ഗോസ്റ്റ് വില്ലയും 5D ഷോയും അതുപോലെ തന്നെ ബോട്ട് റൈഡും ഒക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയി 5D ഷോ കാണാനിരുന്നു. ഐവിൻ ചിത്തുവിൻ്റെ കയ്യിലായിരുന്നേ. ചിമ്മു സെപ്പറേറ്റ് ഒരു സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. അതിൻ്റെ അധികം വിഷ്വൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അടിപൊളി ഷോ ആയിരുന്നേ. ഐവിന് പേടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ചിമ്മുവിന് ചെറുതായിട്ടൊരു പേടിയായിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു ഐറ്റത്തിലാണ് കേട്ടോ കയറിയത്. അയ്യോ അടിപൊളി, ഒന്നും പറയാനില്ല. കാരണം ഫുൾ മിറേഴ്സാണ്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. ചിത്തുവാണ് കേട്ടോ ആദ്യമേ പോയത്. അവൻ എവിടെയൊക്കെയോ പോയി തട്ടി തടഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ ഒരു വിധമൊക്കെ പോയി. അതിനുള്ളിൽ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയാണ്ട് എങ്ങനെ തപ്പി ഇങ്ങനെ പോവുക. ചിത്തു എങ്ങനെയൊക്കെയോ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അവനെ പിന്നാലെ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ ഇടിയൊന്നും കൊള്ളേണ്ടി വന്നില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഐറ്റത്തിലോട്ടാണ് കയറിയത്. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും തല ചുറ്റും. എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. കയറി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇതിനപ്പുറത്ത് ചാടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി എങ്ങനെയൊക്കെയോ ചിമ്മുവാണ്. ഐവിൻ പോയി. ഐവിൻ വന്നില്ല. ഗോസ്റ്റ് വില്ലയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചിമ്മു നന്നായിട്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പേടിയായിട്ടുണ്ട് മൂക്ക്. ഐവിന് ഇതിനുള്ളിൽ കയറിയില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബുൾ റൈഡിലാണ്. അതിൽ ചിത്തു മാത്രമേ കയറുള്ളൂ. അവൻ കുറേ നേരമൊക്കെ അതിൽ പിടിച്ചു വന്നു. പിന്നെ ലാസ്റ്റ് അവനായിട്ട് എന്നെ കൈവിട്ട് വീണു. ബുൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജംഗിളിലോട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ ഞങ്ങൾ ഡാഷിംഗ് കാർസിലോട്ടാണ് പോയത്. അതിൽ ചിത്തുവും ചിമ്മും മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു. അതും ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പൂൾ സൈഡിലോട്ടാണ് വന്നത്. പൂൾ സൈഡിൽ അധികം വീഡിയോസൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ 3:30-ക്കാണ് കേട്ടോ വേവ് പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ഒരു റെയിൻ ഡാൻസും ഉണ്ട്. ഇവിടെ ഒരുപാട് അധികം റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിത്തുവും അതുപോലെ ചിമ്മും ചേട്ടനും ഒക്കെ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നേ. റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചിമ്മുവിന് വലിയ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ അത് കഴിയാറായപ്പോൾ ആൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു.
ശരിക്കും പുറത്തുനിന്ന് കണ്ട എനിക്കും പേടിയായി കേട്ടോ. അത്ര ഫാസ്റ്റിലാണ് കേട്ടോ അത് കറങ്ങുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പൂളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ശരിക്കും ഹാപ്പി ലാൻഡ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ വെമ്പായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇതിനുള്ളിൽ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. പുറത്തുനിന്നുള്ള ഫുഡ്സൊന്നും ഇവിടെ അലോഡ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നേരത്തെ പിടിച്ച് ഫുഡ് ബുക്ക് ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചിക്കൻ ബിരിയാണി 3 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കഴിഞ്ഞ് നമുക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ വിശ്വാസമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഒരു കിഡ്സ് പാർക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് റൈഡ്സ് അവിടെ ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ചിന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചിന്നു എല്ലാത്തിനും ചെന്ന് കയറുന്നൊക്കെ ഉണ്ടായിരുന്നേ. ചിമ്മൂന് ഈ ഒരു ട്രെയിനിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, വേറെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് കയറണമായിരുന്നു. അതിൻ്റെ ഒരു പേടിയായിരുന്നേ. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് അതിനുള്ളിൽ കയറ്റി. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു എയ്റോപ്ലെയിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ കയറാൻ പറ്റില്ല. കാരണം അവിടെ ക്ലോത്ത്സൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിലവർ കയറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേർപൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേർപൂളും റെയിൻ ഡാൻസും കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് എനിക്കവിടെ.